നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഈ വന്ദേ ഭാരത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പാലക്കാട് തിരുവനന്തപുരം റൂട്ടിൽ പകൽ ട്രെയിൻ വളരെ കുറവാണെന്നുള്ള വലിയ പരാതിയുണ്ട്. അപ്പോൾ റെയിൽവേയുടെ അടുക്കലും നിരവധി കംപ്ലയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രമന്ത്രിക്കും അതുപോലെ തന്നെ റെയിൽവേ ജനറൽ മാനേജർക്കും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു വന്ദേ ഭാരത് വേണം. അതുപോലെ മംഗലാപുരം ബാംഗ്ലൂർ റൂട്ടിലും ഒരു വന്ദേ ഭാരത് വേണം. അത് ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ കോയമ്പത്തൂർ വരെയുള്ള ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ റെയിൽവേയുടെ പരിഗണനയിലുണ്ട്. പക്ഷേ അതിന് തീരുമാനമാകുന്നില്ല. അതിൽ പ്രധാനമായിട്ട് റെയിൽവേ പറഞ്ഞത് മംഗലാപുരം റൂട്ടിലും തിരുവനന്തപുരം റൂട്ടിലുമൊക്കെ ട്രാക്ക് മെയിൻ്റനൻസിനായിട്ട് 4 മണിക്കൂർ ചുരുങ്ങിയത് വേണം. അപ്പോൾ ട്രെയിൻ ഓടിച്ച പോരാ, യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു ഗ്യാപ്പ് എല്ലാ പ്രധാന റെയിൽ റൂട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞാലും മറ്റ് സമയങ്ങളും സാധാരണക്കാരായ യാത്രക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് റെയിൽവേയാണ്, ട്രെയിനാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ റൂട്ടിലും കൂടുതൽ ട്രെയിനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതിനുള്ള സമ്മർദ്ദം ശക്തമായി തുടരും. രണ്ടാമത്തെ കാര്യം, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. പാലക്കാട് പിറ്റ് ലൈൻ ദീർഘദൂര ട്രെയിനുകൾക്കൊക്കെ 3-4 ദിവസം റൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് നടത്തണം. അപ്പോൾ അതിന് മെയിൻ്റനൻസ് ഉള്ള പാലക്കാട് പിറ്റ് ലൈൻ ഏകദേശം 46 കോടി രൂപയുടെ പ്രോജക്റ്റ് നടന്നു വരികയാണ്. മിക്കവാറും കഴിഞ്ഞ GMETയിൽ കിട്ടിയ ഉറപ്പ് പ്രകാരം 2025 മാർച്ചിൽ പാലക്കാട് പിറ്റ് ലൈനിൻ്റെ പ്രവർത്തനം പൂർത്തിയാകും. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഏപ്രിൽ മെയ്യിൽ തന്നെ നമുക്ക് നിരവധി ദീർഘദൂര ട്രെയിനുകൾ പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാനും പല ട്രെയിനും പാലക്കാട് എൻഡ് ചെയ്യാനും ഈ സർവീസ് സ്റ്റേഷൻ, ഈ മെയിൻ്റനൻസ് സെൻറ്ററായ പിറ്റ് ലൈൻ വരുന്നതോടുകൂടി നടക്കും. എന്തായാലും ശക്തമായ സമ്മർദ്ദം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. യാത്രാ സൗകര്യം കൂട്ടണം, സുരക്ഷിതമായ യാത്രയായിരിക്കണം, റെയിൽവേ സ്റ്റേഷനുകളിലെ സൗകര്യം കൂട്ടണം. അപ്പോൾ പാലക്കാട് റെയിൽവേ ജംഗ്ഷനിൽ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഷൊർണൂരും ഒറ്റപ്പാലും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റിനോവേഷൻ വർക്ക് കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. ഇനി പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലും ഈ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശം നേരത്തെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ ചെയ്യാനുണ്ട്. ആ കാര്യത്തിലൊക്കെ ഇനിയും കൂടുതൽ ശ്രദ്ധയോടുകൂടി റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും പുതിയ മന്ത്രിമാരുടെയും ശ്രദ്ധപ്പെടുത്തും. പാലക്കാട് റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നൊരു ആവശ്യം എംപിക്കുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല, ഇപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കേരള പോലീസും ചേർന്നിട്ടുള്ള സുരക്ഷയുണ്ട്. പക്ഷേ അത് മതിയായ സുരക്ഷയല്ല. ട്രെയിന് പഴയ കാലത്ത് യാത്രക്കാർ കുറവായിരുന്നു. യാത്രക്കാർ കൂടുന്നതിനനുസരിച്ചുള്ള സുരക്ഷിതത്വം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളില്ല. അതൊരു യാഥാർത്ഥ്യം. റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല, ട്രെയിനിലും TTമാരായിട്ടുള്ള സംഘർഷം, അക്രമം, അതുപോലെ തന്നെ ഈ പല ഇഴജന്തുക്കളും ട്രെയിനകത്ത് ഭീതി പരത്തി വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് റെയിൽവേയിലെ സ്റ്റാഫിനെ എല്ലാ മേഖലയിലും സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ യാത്രക്കാരുടെയും അത് റെയിൽവേയുടെയും സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സ്റ്റാഫിനെ വെട്ടിക്കുറക്കുന്നതൊക്കെ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു. കാലാനുസൃതമായൊരു മാറ്റം വന്ദേ ഭാരത് ട്രെയിൻ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. മറ്റ് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവർ മനുഷ്യരാണ്, അവർക്കും സുരക്ഷിതത്വം വേണം. അപ്പോൾ ഈ അപകടങ്ങൾ ഈ അടുത്ത കാലത്ത് റെയിൽവേയിലും ട്രെയിനുകളിലൊക്കെ തുടരുകയാണ്. അപ്പോൾ അത് കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പരിശോധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പരിഷ്കാരം റെയിൽവേയിൽ അടിയന്തരമായിട്ട് നടപ്പിലാക്കും.